ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് മൊബൈൽ റിപ്പയർ എന്ന ലോകത്തിൻ്റെ പഴയ കാലത്തിലോട്ടാണ്. എങ്ങനെ ഒരു റേഡിയോ റിപ്പയർ ഷോപ്പിൽ നിന്ന് ഇന്നത്തെ ആധുനിക സർവീസ് സെൻ്ററിലേക്ക് യാത്രയായി എന്ന് നമുക്ക് കണ്ടു നോക്കാം. തുടക്കം 1980-90 കാലഘട്ടം. ആ കാലത്ത് ഫോൺ എന്നത് വീട്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ആഡംബരമായിരുന്നു. ടെലിഫോൺ വയറുകൾ പൊട്ടിയാൽ ലൈൻമാൻമാർ വരും. അതിനിടെ ചില ടെക്നീഷ്യന്മാർ ചെറിയ റേഡിയോ, ടാപ്പ് റെക്കോർഡർ എന്നിവ റിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. അവരിലാണ് പിന്നീട് മൊബൈൽ റിപ്പയർ മാസ്റ്റർമാർ ജനിച്ചത്. മൊബൈൽ റിപ്പയർ രംഗത്ത് വന്ന മറ്റൊരു കാലഘട്ടമായിരുന്നു 2000-2010 എന്ന വർഷങ്ങൾ. 2000-ഓടെ നോക്കിയ, സോണി എറിക്സൺ, മോട്ടോറോള തുടങ്ങിയവയുടെ കാലമായിരുന്നു. അവർ ഭരിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഈ 2000-2010 കാലഘട്ടങ്ങളിൽ. അന്ന് റിപ്പയർ പ്രധാനമായിട്ടും വന്നിരുന്നത് ഡിസ്പ്ലേ മാറ്റുക, അതേപോലെ സോൾഡറിങ്, ചാർജിങ് പിന്നുകൾ മാറ്റുക, അതേപോലെ നോർമലി ചെറിയ ചെറിയ വർക്കുകളായിരുന്നു. അത് അന്ന് റിപ്പയർ ചെയ്ത ടെക്നീഷ്യന്മാർക്ക് ഓർത്തെടുത്താൽ മനസ്സിലാവും. കാരണം ഇതുപോലുള്ള വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ എന്ന് പറഞ്ഞത് തന്നെ വളരെ ഇന്ന് ചിപ്പ് ലെവൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെയായിരുന്നു അന്നത്തെ ഇതുപോലുള്ള ഈ ഡിസ്പ്ലേ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ. അന്നത്തെ കാലത്തെ റിപ്പയർ ഷോപ്പുകൾ എന്ന് പറയുന്നത് തന്നെ ആ ഗ്രാമങ്ങളിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളായിരിക്കും. കാരണം ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനമില്ലാത്ത, ബ്രൗസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ, എല്ലാം അറിയുന്ന ചില ആളുകൾ മാത്രം അവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്തായിരിക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ വേണ്ടി ആളുകൾ, സാധാരണക്കാർ പോയിട്ട് കാത്തി നിൽക്കുക. അപ്പോൾ അന്നത്തെ ഡോക്ടർമാർ എന്ന് തന്നെ പറയാം, അത്രയും വാല്യൂ ആയിരിക്കും അന്നത്തെ റിപ്പയർ ടെക്നീഷ്യന്മാർക്ക്. അന്ന് റിപ്പയർ ചെയ്ത് ജോലിയെടുത്ത, ഇന്നും ഇതേ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ. ഉള്ളൊരു കാലഘട്ടമാണ് 2010-ന് ശേഷമുള്ള കാലഘട്ടം. അതായത് സ്മാർട്ട് ഫോൺ വിപ്ലവം തന്നെ വന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. സ്മാർട്ട് ഫോൺ വന്നപ്പോൾ റിപ്പയർ ഫീൽഡ് മാറി. ഇപ്പോൾ ചിപ്പ് ലെവൽ സർവീസ്, മൈക്രോ സോൾഡറിങ്, ഡാറ്റ റിക്കവറി ഇതൊക്കെ പഠിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, അനുനിമിഷം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മെഷീനറികൾ, ടൂൾസുകൾ, കാര്യങ്ങളൊക്കെ പെർ ഡേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടെക്നീഷ്യൻ ഫീൽഡിൽ, ഈ റിപ്പയറിങ് ഫീൽഡുകൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഫീൽഡാവും. സെയിം നോക്കിയൻ്റെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി വരാനിരിക്കുന്നത്, അതായത് റിപ്പയർമാരുടെ ഭാവി, ഇനി വരാനിരിക്കുന്നത് AI ബേസ്ഡ് റിപ്പയറിംഗ് ആയിരിക്കും. അതായത് റോബോട്ടിക് റിപ്പയറിംഗ് സിസ്റ്റം, എക്കോ ഫ്രണ്ട്ലി സ്പെയർ പാർട്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പുതിയ പുതിയ ടെക്നോളജികൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള റിപ്പയറിംഗ് സംവിധാനങ്ങളായിരിക്കും ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നത്. ഫോണുകൾ തന്നെ ചിലപ്പോൾ സെൽഫ് റിപ്പയറിംഗ് ചെയ്യാൻ തുടങ്ങും. ചില ഫോണുകളിൽ ചില കമ്പനികളൊക്കെ ഇന്നും അത് കൊണ്ടുവന്നിട്ടുണ്ട്. സെൽഫ് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ടൂൾ വരെ, മൊബൈൽ ബോക്സിൻ്റെ ഉള്ളിൽ ടൂൾ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമർക്ക് തന്നെ നിങ്ങൾക്ക് ബാറ്ററി റിമൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും പറ്റുന്ന രീതിയിൽ കമ്പനി തന്നെ അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ ഏത് തലത്തിലോട്ടാണ് റിപ്പയറിംഗ് മേഖല പോകുന്നത് എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. കൂടെ ഒന്നും കൂടി പറയാനുണ്ട്, ഫോൺ പൊട്ടിയാലും പ്രതീക്ഷ പൊട്ടരുത്. മൊബൈൽ റിപ്പയർ രംഗം ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു കലയും സേവനവുമാണ്. ഓർമ്മകൾ റിപ്പയർ ചെയ്യുന്നവരാണ് യഥാർത്ഥ ടെക്നീഷ്യന്മാർ. അതും കൂടി നിങ്ങൾ ഈ ജോബിനൊപ്പം ഓർക്കുക. അപ്പോൾ വീണ്ടും കാണാം.